ആകാശ ദൃശ്യങ്ങൾ കൂടി കാണാം. വലിയ ഒരു ക്വാറിയാണ്. ഒരു ലോറി അപ്പാടെ അതിൽ ആണ്ടുപോയിരിക്കുകയാണ്. ഒരു പൊടി പോലും മുകളിലേക്ക് കാണാൻ കഴിയുന്നില്ല. സ്കൂബ ഡൈവേഴ്സൊക്കെ എത്തി രക്ഷാദൗത്യത്തിന് ശ്രമിക്കുമ്പോഴും അതിൻ്റെ ആഴവും ദുർഘടമായ സാഹചര്യങ്ങളുമാണ് അതിന് തടസ്സമായി നിന്നത്. ഇപ്പോൾ ആ ലോറി മുഴുവനായും ഉയർത്തി അത് പുറത്തേക്ക് കൊണ്ടുവന്ന് ഉള്ള രക്ഷാദൗത്യമാണ് ശ്രമിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനാണ് കൂടുതൽ ബലമുള്ള വടം എത്തിച്ച് ഇനി അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. വലിയ ആൾക്കൂട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ സംഭവം അറിഞ്ഞ് നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത്. ജിഷാദ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മണിക്കുണ്ടായ അപകടം ഇത്രയധികം സമയം കഴിഞ്ഞിരിക്കുന്നു. സമയം വൈകുന്തോറും വലിയ ആശങ്കയാണ്. ഒപ്പം ഇനിയും അങ്ങോട്ടേക്ക് സമയം നീണ്ടുപോയാൽ ഇരുട്ട് പരക്കും. അപ്പോൾ രക്ഷാദൗത്യം കൂടുതൽ ദുർഘടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിനുള്ളിൽ വെച്ച് തന്നെ ഇത് ഉയർത്താനാകുമെന്ന പ്രതീക്ഷയാണോ ഇപ്പോഴുള്ളത്? രേണുക, രണ്ടാമത്തെ റോപ്പ് എത്തിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇത് ഉയർത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉയർത്താനുള്ള ശ്രമങ്ങൾ, റോപ്പ് കെട്ടുന്ന അടക്കമുള്ള പ്രവർത്തികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സ്, മറ്റ് സംവിധാനങ്ങളെല്ലാം കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നു. നാട്ടുകാരടക്കം സഹകരിച്ചാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതവരാട് ഊരോത്തുപള്ളിയിലായിരുന്നാണ് ഈ അപകടം നടക്കുന്നത്. പുത്തനെയുള്ള കയറ്റത്തിൽ ഈ വാഹനം നിയന്ത്രണം വിട്ട് ഈ കൊറിയിലേക്ക് മറിയുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഡ്രൈവർ രക്ഷപ്പെട്ടു. സഹായിയാണ് ഉള്ളിൽ അകപ്പെട്ട് കിടക്കുന്നത്. എന്തായാലും അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. മലപ്പുറം സ്വദേശി മുസ്തഫയാണ് ഇതിനകത്ത് കുടുങ്ങി കിടക്കുന്നത്. ജാഫർ എന്ന ഡ്രൈവർ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ജാഫറിനെ രക്ഷപ്പെടുത്തിയത്. ഈ ജാഫർ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ റോപ്പ് ഉപയോഗിച്ച് ഈ വാഹനം പൊക്കി ഇദ്ദേഹത്തെ, മുസ്തഫയെ രക്ഷപ്പെടുത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. രേണുക, ജിഷാദ്, ഈ ലോറി ഡ്രൈവർ ജാഫർ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് നിസ്സാര പരിക്കുകളൊക്കെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് നീന്തൽ അറിയാമായിരുന്നോ? ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ്? അദ്ദേഹത്തിന് നീന്തൽ അറിയാവുന്ന വ്യക്തിയാണോ? അങ്ങനെ നീന്തി രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ സാധ്യതകളോ ഉണ്ടോ? രേണുക, അത്തരത്തിലാണ് നമ്മുടെ പ്രദേശവാസി നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബൈറ്റുകളടക്കം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഡ്രൈവർ ജാഫർ ഈ അപകടം നടന്ന ഉടൻ തന്നെ നീന്തി രക്ഷപ്പെട്ടു. തുടർന്ന് കരയിലേക്ക് കയറി നാട്ടുകാരാണ് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. മുസ്തഫക്ക് അത്രക്ക് നീന്താനോ അതുപോലെ തന്നെ വാഹനത്തിൽ കുടുങ്ങിയത് കാരണം നീന്താനോ മറ്റു രക്ഷപ്പെടാനോ സാധിച്ചില്ല. വാഹനം ആഴത്തിലേക്ക് പോവുകയായിരുന്നു. കാരണം 60 അടിയിലേക്ക് മുകളിലേക്ക് തന്നെ ഈ ആഴമുണ്ട് ഈ കോറി. കാരണം അല്പസമയത്തിനകം തന്നെ ഈ റോപ്പ് ഉപയോഗിച്ച് ഈ വാഹനം പൊക്കിയിട്ട് ഇയാളെ രക്ഷിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും അതിദാരുണമായ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ജിഷാദാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ ബലമുള്ള റോപ്പ് എത്തിച്ചുകൊണ്ട് ഈ വാഹനം ഉയർത്താനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. ആ വാഹനം മുകളിലേക്ക് ഉയർത്തി അതിനുള്ളിൽ മുസ്തഫയുണ്ടോ എന്ന് തിരയുക എന്നതാണ് ഇനി സാധ്യമായിട്ടുള്ള വഴി എന്നതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. നേരത്തെ സ്കൂബ ഡൈവേഴ്സൊക്കെ മുങ്ങിത്താണ് അവിടെ മുസ്തഫയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് വലിയ റോപ്പ് ഉപയോഗിച്ച് വാഹനം ആകെ ഉയർത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നത്. വലിയ രീതിയിൽ ആളുകൾ അവിടേക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ആൾക്കൂട്ടമുണ്ട്. പലയിടങ്ങളിൽ നിന്നായി ഈ വാർത്തയറിഞ്ഞ് മനുഷ്യർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരച്ചിൽ കൂടുതൽ ഊർജിതമാകും ഉടൻ തന്നെ എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം അതിനുള്ള സഹായകമായ റോപ്പൊക്കെ എത്തിച്ചുകൊണ്ട് ആ വാഹനം ഉയർത്താനുള്ള ശ്രമങ്ങൾ ആണ് അവിടെ നടക്കാൻ പോകുന്നത്. നേരത്തെ ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറായ ജാഫർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. നിസ്സാര പരിക്കുകളാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം നീന്തി രക്ഷപ്പെട്ട് റോഡിലേക്ക് വരികയും നാട്ടുകാർ അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. പക്ഷേ മുസ്തഫയ്ക്ക് നീന്തൽ അറിയില്ല എന്നതാണ് മനസ്സിലാകുന്നത്. നീന്തൽ അറിയില്ല മാത്രവുമല്ല, ഈ വാഹനത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നും സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിലുണ്ടാകും മുസ്തഫ എന്ന നിഗമനമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ആ വാഹനം ഉയർത്തുക, അങ്ങനെ വാഹനം ഉയർത്തി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നേരത്തെ നീന്തൽ അറിയാവുന്ന നാട്ടുകാരും സ്കൂബ ഡൈവേഴ്സും ഒക്കെ
അവിടെ വാഹനത്തിലേക്ക് എത്താനും ആ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താനും ഒക്കെയുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ വലിയ ആഴമുള്ള ക്വാറിയാണ്, അതുകൊണ്ട് തന്നെ വലിയ അപകടകരമാണ് ആ സാഹചര്യം. അതിനുള്ള സാധ്യത ഇല്ല, അല്ലെങ്കിൽ അത് സാധ്യമാകാത്ത സാഹചര്യത്തിലാണ് അത് ഒഴിവാക്കി ഇപ്പോൾ വാഹനമാകെ ഉയർത്താനുള്ളൊരു ശ്രമം അവിടെ നടക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. 2 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾ മുസ്തഫ എന്ന സഹായിയാണ്, ക്ലീനറാണ്. അദ്ദേഹം അതിൽ കുടുങ്ങിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ജിഷാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിഷാദ്, ഇത് നിത്യോപയോഗ സാധനങ്ങളൊക്കെ മറ്റ് കടകളിലൊക്കെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്, അങ്ങനെ ഒരു ലോറിയാണ് എന്നതാണ് മനസ്സിലാക്കിയിരുന്നത്. നിറയെ ലോഡുണ്ടോ? ആ ലോഡുമായി വന്ന വാഹനമായതുകൊണ്ടാണോ ഇതിങ്ങനെ ആഴത്തിലേക്ക് പോവുകയും പൊക്കിയെടുക്കാൻ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നത്? അത് ഫുൾ ലോഡായിരുന്നോ? എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? രേണുക, ഇത് മലയിൽ ഗ്രൂപ്പ് ഓഫ് ഇതിന്റെ വാഹനമാണ് ഈ അപകടത്തിൽപ്പെടുത്തുന്നത്. അതായത് നിരവധി സാധനങ്ങളുമായിട്ട് സാമഗ്രികളുമായിട്ട് പോകുന്ന വാഹനമായിരുന്നു. ആ വാഹനത്തിന്റെ ടയർ, പ്രദേശവാസി നമ്മുടെ അടുത്ത് പങ്കുവച്ചത്, വാഹനത്തിന്റെ ടയർ പൊട്ടിയെന്നും ഉടനെ തന്നെ വലിയ ശബ്ദത്തോടു കൂടി ഈ വാഹനം ഈ കോറിയിലേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് നമ്മുടെ അടുത്ത് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഈ റോപ്പ് ഉപയോഗിച്ചിട്ടുള്ള വാഹനം മുകളിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വാഹനം പൊക്കി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫയർഫോഴ്സ്, അതുപോലെ തന്നെ നാട്ടുകാർ എന്നിവരുടെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ കരുതുന്നത്. എന്തായാലും ഈ വാഹനം മുകളിലേക്ക് പൊന്തിക്കുന്ന പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. രേണുക, ജിഷാദ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ, ആകാശ ദൃശ്യങ്ങളിൽ അവിടെ ഒരു ടാറിട്ട വലിയ വഴി കാണാം. ആ വഴിയെ പോയ ലോറിയാണോ ക്വാറിയിലേക്ക് വീണത്, അതോ അകത്തെ വഴിയിലൂടെ സഞ്ചരിച്ച ലോറിയാണോ? എവിടെ നിന്നാണ് അത് ക്വാറിയിലേക്ക് പതിച്ചത്? രേണുക, നമ്മൾ ആ ആകാശ ദൃശ്യങ്ങൾ കാണുന്ന ആ സമീപത്തെ റോഡിൽ നിന്നും ഈ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു, നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് നമ്മുടെ അടുത്ത് പ്രദേശവാസി നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതായത് ടയർ പൊട്ടിയ, അമിത വേഗത്തിൽ ടയർ പൊട്ടി ഈ വാഹനം നിലത്തേക്ക് പതിക്കുകയായിരുന്നു. 60 അടിയിലധികം ഈ കോറിയിലേക്ക് കൊണ്ടുണ്ട്. ആ കോറിയിലേക്ക് കൊണ്ടിലേക്ക് പതിക്കുകയായിരുന്നു. ആ പതിച്ച പാടനെ ഈ വാഹനം താന്നു പോകുന്ന സ്ഥിതി ഉണ്ടായി. അതായത് നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനമായിരുന്നു, ചെറിയ മിനി ലോറിയാണ്. എന്തായാലും വാഹനം പൊക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജാഫർ എന്ന ഡ്രൈവറാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വാഹനം പൊക്കിയെടുക്കും, ഇദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അടക്കം നമുക്ക് അറിയാൻ കഴിയുന്നില്ല, കാരണം എല്ലാവരും ആകാംക്ഷയിലാണ്, പ്രദേശവാസികളെല്ലാം ആകാംക്ഷയിലാണ്. ഒരുപാട് ഒട്ടനവധി ജനങ്ങളാണ് ഈ വാർത്ത കേട്ട് ഈ ഓരോത്ത് പള്ളിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. രേണുക, ശരി, ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൂടുതൽ വലിയ റോപ്പുകൾ കൊണ്ടുവന്ന് അത് ക്രെയിനുമായി ബന്ധിപ്പിച്ച് ഈ ലോറി ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ്. അവിടെ ഈ ഇരുട്ട് വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ വെളിച്ചം മങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ രക്ഷാദൗത്യം പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് എന്നതാണ് ഇർഷാദ് പങ്കുവെക്കുന്നത്. നമുക്കിപ്പോൾ ആകാശ ദൃശ്യങ്ങളിൽ കാണാം, വലിയ ടാറിട്ട ഒരു റോഡ് കാണാം. ആ റോഡിലൂടെ വന്ന ലോറിയാണ്. അമിത വേഗത്തിലായിരുന്നു ലോറി എന്ന് പറയപ്പെടുന്നു. സാമാന്യം നല്ല ലോഡും ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് ഈ ക്വാറിയിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ അപകടമാണ്. ഈ ലോറി ഡ്രൈവർ നീന്തൽ അറിയാവുന്ന വ്യക്തിയായിരുന്നു, ജാഫർ. അദ്ദേഹം നിസാര പരിക്കുകളോടെ നീന്തി രക്ഷപ്പെട്ടു. പക്ഷേ മുസ്തഫ എന്ന ക്ലീനർ, അദ്ദേഹം അതിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നീന്തൽ അറിയില്ല എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ലോറിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ പണ്ട് ഷിരൂരിൽ നടന്ന രക്ഷാദൗത്യമാണ് മനസ്സിലേക്ക് വരുന്നത്. അർജുനെ കണ്ടെത്താനുള്ള ദിവസങ്ങൾ നീണ്ട ആ രക്ഷാദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ തിരൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് ക്വാറിയിലേക്കാണ് മറിഞ്ഞിരിക്കുന്നത്. ലോറി ഉയർത്താനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വലിയ റോപ്പുകൾ കൊണ്ടുവന്ന് വാഹനം ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ സ്കൂബ ഡൈവേഴ്സും മറ്റും വാഹനത്തിൻ്റെ അടുത്തെത്തി പരിശോധിച്ച് അങ്ങനെ മുസ്തഫയെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ വലിയ ആഴമുള്ള ക്വാറിയാണ്, അത് അസാധ്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ക്രെയിൻ എത്തിച്ച് ഇപ്പോൾ ഈ രീതിയിൽ ഉയർത്താനുള്ള ശ്രമം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ക്രെയിൻ
അത് ഉപയോഗിച്ച് അവിടെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ദുർഘടമായ ഒരു രക്ഷാദൗത്യം തന്നെയാണ് തിരൂരിൽ ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. മിനി ലോറിയാണ് ഈ ക്വാറിയിലേക്ക് മറിഞ്ഞിരിക്കുന്നത്. ആദവനാട് ഊരോത്ത് പള്ളിയാലിലാണ് ഈ അപകടമുണ്ടായത്. ഈ വാഹനം എന്ന് പറയുന്നത് നിത്യോപയോഗ സാധനങ്ങളൊക്കെ ചെറുകിട ബിസിനസ്സുകാർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിനി ലോറിയാണ്. അപ്പോൾ നിറയെ ലോഡ് ഉണ്ടായിരുന്നു ഈ വാഹനത്തിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ സാധനങ്ങളുമായി പോകുമ്പോഴാണ് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് ക്വാറിയിലേക്ക് മറിയുന്നത്. വാഹനം നല്ല വേഗത്തിലായിരുന്നു എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. 2 പേരായിരുന്നു ഈ അപകട സമയത്ത് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത്. അത് ഒന്ന് ഡ്രൈവറും ഒന്ന് സഹായിയുമാണ്. ഈ ഡ്രൈവർ ജാഫർ നീന്തൽ അറിയുന്ന വ്യക്തിയായിരുന്നു. ഈ അപകടം നടന്നുടനെ അദ്ദേഹം നീന്തി രക്ഷപ്പെട്ടു. നിസാര പരിക്കുകൾ ഏറ്റിരുന്നു. പിന്നീട് അദ്ദേഹം റോഡിലേക്ക് എത്തി നാട്ടുകാരുടെ സഹായം തേടുകയും അവർ അദ്ദേഹത്തെ ആശുപത്രിയിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അപകടം വിവരം മറ്റുള്ളവരൊക്കെ അറിയുകയും കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ മുതൽ തുടങ്ങിയ തെരച്ചിലാണ് ആദ്യം നാട്ടുകാരുടെ നേതൃത്വത്തിൽ, പിന്നീട് ഇപ്പോൾ ഫയർഫോഴ്സും സ്കൂബ ഡൈവ് ടീമും ഒക്കെ എത്തി വലിയ രീതിയിലുള്ള രക്ഷാദൗത്യം അവിടെ കുറേ അധികം സമയമായി, ഏതാണ്ട് 4 മണിക്കൂറിലധികമായി നടന്നു വരികയാണ്. ആ സമയം മുതൽ രക്ഷാദൗത്യം നടക്കുന്നു. പക്ഷേ ഇതുവരെ ലോറി ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ ആഴം, ഏതാണ്ട് 30 അടിയിലധികം ആഴമുണ്ട് ഈ ക്വാറിക്ക് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം വലിയ ദുർഘടമാണ്. ഇപ്പോഴും വലിയ രീതിയിൽ ആളുകളെ നമുക്ക് കാണാം. അവിടെ പാരിസ്ഥിതികമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ക്രെയിൻ തന്നെ കുറച്ച് മുകളിലേക്ക് ദൂരേക്കാണ്, അതിൽ കൂടുതൽ അടുപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഇത് ആഴമേറിയ ക്വാറിയാണ്. ഇത്രയധികം വെള്ളക്കെട്ടുകൾ ഇങ്ങനെ കിടക്കുന്നത് തന്നെ വലിയ അപകട സാധ്യതയാണ്. എന്തായാലും 30 അടിയിലധികം ആഴം ഇതിന് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ലോറി ഉയർത്താനുള്ള വലിയ ദുർഘടമായ സാഹചര്യമാണ്. എന്തായാലും ഊർജിതമായി രക്ഷാദൗത്യം തുടരുന്നു. ജിഷാദ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. ജിഷാദ്, ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രേണുക, അതായത് ഈ റോപ്പ് കെട്ടി അവസാന ഘട്ടത്തിലേക്ക് നീങ്ങണ, റോപ്പ് കെട്ടി അടിയിലേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സ്കൂബ ഡൈവേഴ്സ് അടക്കം ഈ സംഭവ സ്ഥലത്തുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മുസ്തഫ എന്ന് പറഞ്ഞ വ്യക്തിയെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സ്കൂബ ഡൈവേഴ്സ് അടക്കം അതിന് തയ്യാറായി നിൽക്കുകയാണ്. എന്തായാലും അതിദാരുണമായ അപകടമാണ് മലപ്പുറം ആദവനാട് ഊരോത്ത് പള്ളിയിൽ സംഭവിച്ചിട്ടുള്ളത്. നിരവധി നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സ്, വിവിധ സംഘടനാ പ്രവർത്തകർ എല്ലാവരും വേണ്ട ആളുകളും ഇവിടെ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. സ്കൂബ ഡൈവേഴ്സ് ഫസ്റ്റ് ഘട്ടത്തിൽ ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ നോക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തെത്തിയിരുന്നു. കാലും കൈയും വലിച്ചപ്പോഴും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. രേണുക, സ്കൂബ ഡൈവേഴ്സിന് മുസ്തഫയ്ക്ക് അടുത്ത് വരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് ജിഷാദ് പങ്കുവെക്കുന്നത്. ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. 1 മണിക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവനോടെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം അത് വലിയ സംശയകരമാണ്. രക്ഷാദൗത്യം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ലോറിയിൽ ഈ കയർ ഘടിപ്പിച്ച് അത് ക്രെയിനുമായി ബന്ധിപ്പിച്ച് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂബ ടീം ലോറിയിൽ ഈ കയർ കെട്ടും. അതിനുവേണ്ടി സ്കൂബ ടീമിൻ്റെ സഹായം കൂടി തേടും. അവരായിരിക്കും ഈ ലോറിയിൽ ഈ കയർ ബന്ധിപ്പിക്കുക. അതിനുശേഷം അതിനെ ഈ ക്രെയിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കയർ ഉപയോഗിച്ച് ഉയർത്തുക എന്നതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.